ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഞ്ച് ബോക്സ് മലയാളം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ടോപ്പ് 6 ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് മൂവീസിന്റെ ലിസ്റ്റുകളാണ്. സോ ഒരു നമുക്ക് ഡയറക്റ്റായി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ 6th പ്ലേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പടമാണ് കുംഫു പാണ്ട 4. IMDbയിൽ നിന്നും 6.3 റേറ്റിംഗ് നൽകിയിട്ടുള്ള ഈ ഒരു പടം മൾട്ടി ലാംഗ്വേജിലും അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പടത്തിന്റെ കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ കുംഫു പാണ്ട ആയിട്ടുള്ളത് നമ്മുടെ പോ ആണ് ഡ്രാഗൺ വാരിയർ. ആൻഡ് നമ്മുടെ പോ ഇപ്പോൾ ഡ്രാഗൺ വാരിയറിൽ നിന്നും റിട്ടയർ ആകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും സഡൻലി എമീലിയോൺ എന്ന് പറയുന്ന ആ ഒരു വില്ലൻ, ഈവിലായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ വരികയും അവരുടെ കയ്യിൽ കുറച്ചധികം പവേഴ്സ് ഒക്കെ കാണും. കോമൺലി യോന്തുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കളർ അബ്സോർവ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവർക്ക് കാണും. എന്നാൽ ഇവിടെ നമ്മുടെ വില്ലൻ ആരെ തൊടുന്നോ അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ല് കംപ്ലീറ്റ് അബ്സോർവ് ചെയ്യാനുള്ള ആ ഒരു കഴിവും ഉണ്ടായിരിക്കും. മുമ്പ് കുംഫു പാണ്ടയുടെ കൂടെ ഫൈറ്റ് ചെയ്ത എല്ലാ വില്ലന്മാരുടെയും ആ ഒരു പവറൊക്കെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തതിന് ശേഷമായിരിക്കും ഇപ്പോൾ നമ്മുടെ കുംഫു പാണ്ടയുടെ അടുത്തോട്ട് തന്നെ ഈ ഒരു എമിലിയോൺ ക്യാരക്ടർ വരുന്നത്. സോ ഇപ്പോൾ ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വില്ലനെ എങ്ങനെ നമ്മുടെ ഹീറോ നേരിടാൻ പോകുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു പടം കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് എഗെയിൻ നല്ല ഒരു കോമഡിയും അഡ്വഞ്ചറസുമായിട്ടും തന്നെയാണ് ഈ ഒരു പടം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 5th പ്ലേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പടമാണ് അൾട്രാമാൻ റൈസിംഗ് മൂവി. സോ IMDbയിൽ 6.9 റേറ്റിംഗ് നൽകിയിട്ടുള്ള ഈ ഒരു പടം നെറ്റ്ഫ്ലിക്സിൽ മൾട്ടി ലാംഗ്വേജിൽ തന്നെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ പേഴ്സണലി ഈ ഒരു പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കണ്ട് എൻജോയ് ചെയ്തതാണ് ഈ അൾട്രാമാൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു മൂവിയിൽ കുറെ ജനറേഷൻ ചേഞ്ചസ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ അൾട്രാമാൻ്റെ നല്ല രീതിയിൽ വയസ്സാകുന്നതും പിന്നെ പുള്ളിയുടെ മകനെ നെക്സ്റ്റ് അൾട്രാമാനായിട്ടൊക്കെ മാറ്റുന്ന രീതിയിൽ. ആക്ച്വലി ഈ ഒരു പയ്യന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരിക്കും, പക്ഷേ ഈ ഒരു സീക്രട്ട് ഐഡന്റിറ്റി, അതായത് നമ്മുടെ അൾട്രാമാൻ എന്നുള്ള ഒരു സീക്രട്ട് ഐഡന്റിറ്റിയിലും തുടർന്നു പോകും. നല്ല രീതിയിലുള്ള കുറെ ഹീറോയിക് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. ബട്ട് അവൻ ഇപ്പോഴാണ് എല്ലാം പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടും ഒരു സ്റ്റാർട്ടിങ് ഹീറോ എന്തെല്ലാം പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യും എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ അത് മാത്രമല്ലാതെ ഒരു ചെറിയ കൈജുവിനെയും രക്ഷിക്കണം. ആൻഡ് അതിന്റെ സ്വന്തം മകനെ പോലെ തന്നെ വളർത്തിയെടുക്കുകയും വേണം. സോ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസും ചെയ്യാനായിട്ടൊക്കെ വരും. ടോട്ടലി നല്ലൊരു ആക്ഷൻ പാക്ഡ് ആയിട്ടും ആൻഡ് സ്ലൈസ്ലി കുറച്ച് ഇമോഷണൽ ഒക്കെ ആയിട്ടായിരുന്നു ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിനുവേണ്ടി തന്നെ ഹൈലി റെക്കമെൻഡ്. No matter what happens, no matter the stakes, Ultraman will be there. We're gonna do this together. Ta-da! Ultraman, the ultimate babysitter. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിലെ 4th പ്ലേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പടമാണ് മുവാന 2. സോ ഈ ഒരു പടത്തിന് IMDbയിൽ 7.1 റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ മുവാന 1 കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് എങ്കിൽ സോ അതേ എനർജിയിലും അതേ വിഷ്വൽസിലും ഒരു ന്യൂ അഡ്വഞ്ചറസ് സ്റ്റോറിയിലും നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ട് കണ്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. ടോട്ടലി ഫൺ കാറ്റഗറിയിലാണ് ഈ ഒരു പടവും കൊണ്ടുപോയിട്ടുള്ളത്. അവരെല്ലാവരും കൂടെ ചേർന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പോകുന്നതും പിന്നെ അവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ നല്ലൊരു കളർഫുൾ വെർഷനായിട്ട് തന്നെയായിരുന്നു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നല്ലൊരു വർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് കണ്ടു നോക്കുന്നത്. I'll be back. I promise. Do I hear people? Those aren't people. Bring it on, Coco. Nuts. ആൻഡ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ 3rd പ്ലേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പടമാണ് ഇൻസൈഡ് ഔട്ട്. ആൻഡ് ഈ ഒരു പടത്തിന് IMDbയിൽ 7.6 റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പടം ഇംഗ്ലീഷിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് പാർട്ടിലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ആ ഒരു കൊച്ചുകുട്ടി ടീനേജിലേക്ക് കയറുമ്പോഴത്തേക്കും കുറച്ച് ന്യൂ ഇമോഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും. സോ ആ ഒരു കൊച്ചുകുട്ടി ആ ഒരു ഇമോഷൻസിനെ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് എല്ലാ ഇമോഷൻസും ചെറിയ ചെറിയ എൻറ്റിറ്റി വൈസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് അതിൽ തന്നെ എക്സൈറ്റി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി വരും. അതാണ് ടോട്ടലി ഒരു വില്ലനിസം ആയിട്ടുള്ളൊരു ഇമോഷൻ. ആൻഡ്
അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ബൈ ദ വേ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. സോ മാക്സിമം നിങ്ങളിതൊരു ഫാമിലി ആയിട്ട് തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. മെയിൻലി ഇത് കിഡ്സിനെല്ലാം കാണിച്ചു കൊടുക്കുക. സോ എന്നാലേ അവർക്ക് ആ ഒരു ടീനേജസിലേക്ക് കയറുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതൊക്കെ അവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. Let's do this. Hey, Riley! But we need new friends or we'll be totally alone in high school. Out with the old, in with the new. Riley's life requires more sophisticated emotions than all of you. You can't just bottle us up. You aren't packed yet? I'm the worst! നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് പ്ലേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പടമാണ് ട്രാൻസ്ഫോമേഴ്സ് 1. സോ IMDbയിൽ ഈ ഒരു പടത്തിന് 7.6 റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. സോ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പടം ആരും കാണാതെ പോകരുത്. നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോസിൽ ഈ ഒരു പടം അവൈലബിൾ ആയിട്ടുണ്ട്. ജനറലി നമുക്ക് ഈ ഒപ്റ്റിമസ് പ്രൈമിന്റെയും മെഗാട്രോണിന്റെയും ഒക്കെ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബട്ട് ഇനിഷ്യലി അവർ എവിടെ നിന്നും വരുന്നു, ഈ സൈബർട്രോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഫുൾ കോൺസെപ്റ്റ് ആണ് ഈ ഒരു പടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് മെഗാട്രോണും ഒപ്റ്റിമസ് പ്രൈം ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളതൊക്കെ കുറച്ച് ഷോക്കിംഗ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ്. സോ അവർ ഈ ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ടോട്ടൽ വില്ലനായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതൊക്കെ നല്ല വേറെ ലെവലായിട്ട് തന്നെ ജസ്റ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ആൻഡ് അതിന് പറ്റിയ രീതിയിലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും ഒക്കെയാണ് ഈ ഒരു പടത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടലി ലവ്ഡ് ഇറ്റ്. ആൻഡ് തീർച്ചയായിട്ടും ആസ് ആൻ ആനിമേറ്റഡ് മൂവി ഫാൻസ് മാത്രമല്ലാതെ ആക്ഷൻ മൂവീസ് ലവേഴ്സിനും ഈ ഒരു പടം ഹൈലി സജസ്റ്റഡ് ആണ്. Whoa! I got a battle mask! It appeared with this guy! Knife hands? I have knife hands! I can see that. B, these are not the bad guys. Why did you cut the door? What? No, it was already like that. Right? Yes, that's right. Yes. It was already like. Yeah. ആൻഡ് ഫൈനലി നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് പ്ലേസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന പടമാണ് ദ വൈൽഡ് റോബോട്ട്. സോ ഈ ഒരു പടത്തിന് IMDbയിൽ 8.3 റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പടം വേറെ ലെവലായിട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പടം കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ പടത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരും. ബട്ട് ഈ ഒരു പടം ഇതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേണലാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പടത്തിൻ്റെ കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു ഫോറസ്റ്റിന് നടുക്കായിട്ട് ഒരു റോബോട്ട് വന്ന് ക്രാഷ് ചെയ്യും. സോ അവിടെ നിന്ന് എണീക്കുന്ന ആ ഒരു റോബോട്ട് ഒരു ടാസ്ക് ഒന്നും കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അവിടെ ആ ഒരു ആനിമൽസ് മാത്രമേ കാണത്തുള്ളൂ. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി ഓരോരോ ടാസ്കുകൾ തേടി പോകാൻ ശ്രമിക്കുകയും ഈ ഒരു ആനിമൽസിന്റെ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഈ ഒരു ആനിമൽസ് ഒന്നും ഇതിനെ വിശ്വസിക്കില്ല. മെയിൻലി ഹ്യൂമൻസ് നമുക്ക് ആദ്യമായിട്ടൊരു റോബോട്ടിനെ കാണുമ്പോഴത്തേക്കും വിശ്വസിക്കാറൊന്നുമില്ല. സോ ബട്ട് ലേറ്റർ എങ്ങനെ ഈ ഒരു റോബോട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് അവരുടെ ട്രസ്റ്റൊക്കെ ഗെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു പടം കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതൊന്ന് തന്നെയാണ്. സോ ഇതിന്റെ മ്യൂസിക്, വിഷ്വൽസ്, സ്റ്റോറി ലൈൻ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പടം ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഇതിന്റെ ആ ഒരു ഇമോഷൻസ്, ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമ്മളെ നല്ല രീതിയിലൊക്കെ അഫക്റ്റ് ആകത്തുള്ളൂ. Sometimes, to survive, we must become more than we were programmed to be. You are ordered to return home. I am already home, and I am a wild robot. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇതാണ് നമ്മുടെ ടോപ്പ് 6 ആയിട്ടുള്ള ആനിമേറ്റഡ് മൂവീസ്. അതും 2024 റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ചിലതൊക്കെ മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ, ബാക്കിയുള്ളതെല്ലാം മാക്സിമം മൾട്ടി ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൽ ഏതെങ്കിലുമൊക്കെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് ബിഞ്ച് ബോക്സ് മലയാളം. See you on the next video. Bye.